റോബിൻ്റെ സീസണിൽ ഡോക്ടർ റോബിൻ്റെ ഒരു നേച്ചർ വേറെയായിരുന്നു അല്ലേ? എന്തിനും അലറി വിളിക്കുക, അങ്ങനെയായിരുന്നല്ലോ റോബിൻ. അതെന്തായിരിക്കും അത്തരമൊരു രീതിയിലേക്ക് പോയതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതായത് എന്തായിരിക്കും അത്ര ഒരു രീതിയിലേക്ക് പോയതെന്ന് വെച്ചാൽ റോബിൻ്റെ ഒരു നേച്ചർ അതായിരുന്നു, എന്തിനും അലറുക, എന്തിനും അതേപടി പ്രതികരിക്കുക. അത് താങ്കളൊക്കെ ഒന്ന് ഇത് കാണുമ്പോൾ അതെന്താണ് റോബിൻ ഇങ്ങനെ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് റോബിൻ പുട്ടപ്പ് ചെയ്തൊരു ഫേസ് ആയിരുന്നു. ഓക്കെ, അന്ന് ആ സീസണിൽ വരുമ്പോൾ ആ സീസണിൽ അത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ക്യാരക്ടർ വരുന്നത്. മനസ്സിലായോ? അപ്പോൾ പറയുന്ന കാര്യങ്ങളിൽ കാര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒച്ചയിലായിരുന്നു ദ ഹോൾ മീറ്റർ വെൻറ്റ് എന്നോ. പക്ഷേ ആ ഒരു മീറ്റർ വന്നപ്പോൾ ഇപ്പുറത്ത് ജാസ്മിൻ എന്നുള്ളൊരു മീറ്റർ വന്നു എന്നോ. സോ ഇതൊരു ബാലൻസിങ് ഒരു ഫൺ ഫാക്ടറാണ് അല്ലേ. അപ്പം അത് ഇപ്പം അന്നൊരു റോബിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊരു രസമായിരുന്നു, ഭയങ്കര ഇതായിരുന്നു. ആൻഡ് റോബിൻ ഓൾസോ ഒരു സോഫ്റ്റ് സൈഡും ഉണ്ടായിരുന്നു. ഇപ്പോൾ റോബിൻ ദിൽഷയുടെ കൂടെ ആയിരുന്നാലും ബാക്കി പുള്ളിക്ക് അതിലൊരു സോഫ്റ്റ് സൈഡും ഉണ്ടായിരുന്നു. ചില കാര്യങ്ങളിൽ പുള്ളിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. എനിക്കൊരു പുള്ളി തന്നെ പറഞ്ഞിട്ടുള്ള സാധനമാണെന്ന് തോന്നുന്നു. പുള്ളി അത്യാവശ്യം കറക്റ്റ് സ്ഥലത്ത് എവിടെ സ്പേസ് വേണോ അവിടെ അത് മാത്രം അത് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിയുടെ സ്ക്രീൻ അവിടെ നിന്നു എന്നുള്ള. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇതാണ്, ഓരോരുത്തർ ആൾക്കാരും കാണുന്ന ഒരു ഇതല്ലേ. ഇപ്പം ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ റിയാക്ട് ചെയ്യണമെന്നില്ല അല്ലേ. അപ്പോൾ ഫണ്ണായിരുന്നു, ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. നമ്മളങ്ങനെ ചിന്തിച്ചിട്ടില്ല. പക്ഷെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് തോന്നി എല്ലാവരും പിന്നെ വന്നവര് ആ ഒരു സാധനം ഇമിറ്റേഷൻ ആയി തുടങ്ങി. അതൊരു ഫണ്ണല്ല. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഈ കഴിഞ്ഞ ഇതിൽ കണ്ടത് റോക്കിയും സിജോയുമായിട്ടുള്ള ഒരു വലിയ പ്രശ്നം. അതൊരു മെഡിക്കൽ പരമായിട്ട് ഒത്തിരി പ്രശ്നമായിട്ട്. ശരിക്കും ആ സമയത്ത് നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരുന്നു? ശരിക്കും ഒരാളുടെ താടിയെല്ലാം ഇടിച്ചു പൊട്ടി. ഞാൻ ആ സമയത്ത് അഗെയിൻ ഞാൻ വീട്ടിലായിരുന്നു കേട്ടോ. ഞാൻ അവിടെ ലൊക്കേഷനല്ല. ഞാൻ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ലാൽ സാർ ഡയലോഗൊക്കെ അടിച്ച് പോയി കഴിഞ്ഞ് പിറ്റേ ദിവസമാണെന്ന് തോന്നുന്നു. പിറ്റേ ദിവസം സൺഡേ ആയിരുന്നു അതോ മൺഡേ ഓൺ ടെലികാസ്റ്റ്, മൺഡേ ഓൺ ടെലികാസ്റ്റ്. സോ സൺഡേ ഓൺ ഗ്രൗണ്ട്. സോ ഐ തിങ്ക് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടും ആ ഒരു സമയത്താണ് ഞാൻ അറിയുന്നത്. ഷോക്കറല്ലായിരുന്നു, ഷോക്കിംഗ് റിയാക്ഷൻ. ലൈക്ക് നെവർ തോട്ട് ഒരാളങ്ങനെ ഇടിക്കും എന്ന് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ആരും. ആ സമയത്ത് ലാലേട്ടനെ ഒരുപാട് പേര് പറഞ്ഞു, ലാലേട്ടൻ ഇടിക്കാൻ പറഞ്ഞു, പിറ്റേ ദിവസം അവൻ ഇടിച്ചു എന്നുള്ളൊരു സാധനം വന്നു. അത് നമ്മളെ ഈ പറഞ്ഞ ഒരു സാറ് തന്നെ പറഞ്ഞു തോന്നുന്നു. അതിൻ്റെ അകത്ത് നമുക്കൊരു കോമൺ സെൻസ് എന്ന് പറഞ്ഞൊരു സാധനം വേണം. സാറ് പറഞ്ഞത് അപ്പാടി വിഴുങ്ങുക അല്ല ചെയ്യുന്നത്, അതിലൊരു തോട്ടുണ്ട്. സാറ് പറഞ്ഞത് ചുമ്മാ ഇടിക്കാൻ കൈപ്പൊക്കെ ഇടിക്കണം എന്നുള്ളതല്ല, നമ്മൾ ആ ലെവലിലേക്ക് പോകരുത് അല്ലേ. അപ്പം ഇടിച്ചു കഴിഞ്ഞാൽ ഇടിക്കണം. പക്ഷെ അതൊരു ഷോയുടെ അകത്ത് വന്ന് ഒരാൾ ഇടിച്ച് നമ്മൾ പറയുന്നത് നമ്മുടെ ഫ്രീഡം എൻഡ്സ് ബൈ ദ അതർ പീപ്പിൾസ് ബോഡി സ്റ്റാർട്ട് നോ സ്റ്റാർട്ട്സ് എന്ന് പറയുന്നതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഫ്രീഡം ഉള്ളൂ. അത് കഴിഞ്ഞ് ചെയ്തത് നിങ്ങൾ മണ്ടത്തരമല്ലേ. അപ്പോൾ ഇവർ വലിയ കാര്യത്തിൽ ഇടിക്കാൻ പറഞ്ഞു, ഇടിക്കുക ആർക്കും നഷ്ടം. റോക്കി പോയി, സിജോ ഐ തിങ്ക് വാസ് ഹോം ഒരു മാസം. സോ I think that is like lack of commons. ഈ അടുത്ത ഇടയ്ക്ക് ഒരു സംസാരം ഉണ്ടായി, ബിഗ് ബോസിൽ വിന്നറായ വ്യക്തിക്ക് രണ്ടുപേരെ അതിനുള്ളിലേക്ക് കയറ്റി വിടാനുള്ള അധികാരമുണ്ടെന്ന്. റെഫർ ചെയ്യാമെന്ന് കേട്ടിട്ടുണ്ട്. അതിനുള്ളിൽ പൂർണ്ണമായിട്ടും രണ്ടുപേരെ അതിലേക്ക് കയറ്റി വിടാം. ഇന്നത്തെ ജിൻഡോയെ ബന്ധപ്പെട്ട കാര്യമാണ്. ജിൻഡോ അങ്ങനെ പറഞ്ഞു, പല പെൺകുട്ടികളെ ഫോണിൽ വിളിച്ചു, പണം വാങ്ങിച്ചു, ആ രീതിയിൽ കുറേ സംസാരം വരുന്നുണ്ട്. ശരിക്കും വിന്നർക്ക് അങ്ങനെ ഒരു പവർ ഉണ്ട്, അങ്ങനെ ഒരു അധികാരം? എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ അങ്ങനെ ഒരു പവർ ഞാൻ കണ്ടിടത്തോളം ചെയ്തിടത്തോളം മാർക്കും റെക്കമെൻഡ് ചെയ്യാവോ? അത് ഓഫ് കോഴ്സ് ലൈക്ക് റെക്കമെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനെ എടുക്കണം എന്ന് ഇപ്പം നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും. ഇപ്പം എനിക്ക് ഒരുപാട് പേര് എനിക്ക് റെസ്യൂമെ അയക്കാറുണ്ട്. ഞാൻ ഇവരെയൊക്കെ റെഫറും ചെയ്യും. നമ്മൾ അവരുടെ റെസ്യൂമെ കൊടുക്കും, അവർക്ക് ഇൻ്റർവ്യൂവിന് ഒരു പാനലാണ്. ഓക്കെ, സോ ആ പാനലിൽ ഒരു 4-5 പേരിടുന്ന് ഡിസ്കസ് ചെയ്ത് അവർക്ക് തോന്നുന്നതുകൊണ്ട് ഇതൊരു പ്രോസസ്സാണ്. അത് കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡ് ലെവൽ ഇൻ്റർവ്യൂ ഉണ്ട്, ആൻഡ് ദെൻ യു ഗോ ഇൻ ടു എ ഹയർ ലെവൽ അതോറിറ്റീസ് ഉണ്ട്. ഇവരെല്ലാം നോക്കിക്കഴിഞ്ഞിട്ടാണ് ഇതിനെ ഫൈനലൈസ് ആവുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഇപ്പോൾ ആർക്കും റെക്കമെൻഡ് ചെയ്ത ഷോയിൽ ഇതുവരെ അങ്ങനെ ആരും കയറിയിട്ടില്ല. അങ്ങനെ ഒരു അധികാരം ഇല്ലല്ലോ. ഇല്ല. വിന്നറിന് 2 പേർക്ക് കൊടുക്കാം. ഇത് മറ്റേ കോണ്ടെക്സ്റ്റ് പോയല്ലേ, 50 ലക്ഷം രൂപയും അടുത്ത സീസണിലേക്ക് 2 പേരെ കയറ്റി. അങ്ങനെയൊന്നുമില്ല. ഈ തവണത്തെ ബിഗ് ബോസ് ഇപ്പം സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ പറയുന്ന എല്ലാവരും പറഞ്ഞു ഏറ്റവും വലിയ ഹൗസ് ഇതാണെന്ന് പറയുന്നു. ആ വീട് കാണുമ്പോൾ ഇത് താങ്കൾ പല ഷോയിലും പങ്കെടുത്തിട്ടുള്ള ആളാണ്.
അങ്ങനെയാണോ താങ്കൾക്ക് ഫീൽ ചെയ്തത്? ഈ വർഷത്തെ ഹൗസ് ഞാൻ കണ്ടിട്ടില്ല, ഇതുവരെ കണ്ടില്ല. ടിവിയിൽ കാണുന്നത് വ്യത്യാസമുണ്ടല്ലോ, So when you നേരിട്ട് see- കാണുമ്പോഴായിരിക്കും. നേരിട്ട് കാണുമ്പോൾ വ്യത്യാസമുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് മലയാളത്തിന്റെ സ്വന്തം, അതായത് ഏഷ്യാനെറ്റിന്റെ ഇതിനു വേണ്ടി പണിത ഒരു സെറ്റാണ്. ഇതുവരെ ഉണ്ടായിരുന്നത് ഇപ്പം നമ്മൾ ഹിന്ദിയുടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, മറാഠിയുടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, തമിഴിൻ്റെ സെറ്റിൽ ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. പിന്നെ മലയാളത്തിൻ്റെതായ ഒരു സെറ്റ്, ദിസ് ഇസ് ദ ഫസ്റ്റ് സീസൺ. ഐ ഡോണ്ട് നോ വലിപ്പം, ഇത് കുറച്ച് ബിഗ് ഹൗസാണ്, വലിയ ഹൗസാണെന്നാണ് ഞാനും പറഞ്ഞത്. പക്ഷെ ഇതിനു മുമ്പ് അതുപോലെ വലിയ ഹൗസ് ഉണ്ടായിരുന്നത് സീസൺ 4-ലാണ്. അത് ഹിന്ദി ബിഗ് ബോസിൻ്റെ അതേ സെറ്റായിരുന്നു. അപ്പോൾ അത് ആ ഒരു ഗ്രാൻഡ്യോറും ഇതും എൻ്റെ പല ഭാഗങ്ങളും അടച്ചു കളഞ്ഞിട്ടാണ് മലയാളം ചെയ്തത്. കാരണം ഹിന്ദി സെറ്റ് അത്രയും വലുതാണ്, അതിൻ്റെ കുറേ 1-2 ഭാഗങ്ങൾ ചെറുതാക്കിയിട്ടാണ് നമ്മൾ മലയാളം ചെയ്തത്. പക്ഷെ അന്ന് എനിക്ക് ഒരു ഡ്രോയിങ് റൂമും ഗാർഡനും ഒക്കെ ഇസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ സീസൺ ഞാൻ ഷോയിൽ കണ്ടപ്പോൾ ഇറ്റ് ലുക്സ് ബിഗ്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കാണാത്ത കാരണം ഐ ഹാവ് നോ ക്ലൂ. ഈ ഷോ എങ്ങനെ പോകുമെന്ന് എനിക്ക് ഈ ഷോ ഇപ്പം എങ്ങനെ പോകുന്നത് എനിക്കൊരു ചിന്താഗതിയുണ്ട്. ഞങ്ങൾ ഒത്തിരി ഷോ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, ഇതുമായിട്ട് നിന്നിട്ടുണ്ട്, പല ഷോയിലും പങ്കെടുത്തിട്ടുള്ളതാണ്. ഇതെങ്ങനെ പോകുമെന്നായിരിക്കും താങ്കളുടെ ഒരു വ്യൂ? ഈ സീസൺ എനിക്ക് ഇക്കാലം ഒരു ഐ വുഡ് ലൈക്ക് ടു നോ വാട്ട് ഡു യു ഫീൽ. ബിക്കോസ് ഒന്ന്, എല്ലാ ഫുൾ ഷോ ഒക്കെ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ എല്ലാ കണ്ടസ്റ്റൻറ്റും കണ്ടിട്ടില്ല, ഞാനൊരു 6-7 കണ്ടസ്റ്റൻസിനെ കണ്ടിട്ടുള്ളൂ. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പം തന്നെ പറഞ്ഞു ആളുകൾ വരാൻ മടിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ മടിക്കുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ട്? ഇപ്പം എൻ്റെ അടുത്ത് ഇപ്പം I'll tell you for example, ഒരു ആർട്ടിസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടുത്ത് നിന്നല്ല, ലൈക്ക് ഓഡീഷൻ്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ റിയൽ ലൈഫിൽ ഞാനല്ല, റിയൽ ലൈഫിൽ ഞാൻ എന്നെ കാണുന്നത് അമ്മമാർ നല്ല അടുക്ക ഒതുക്കമുള്ള മലയാളി നൈസിനോ ലൈക്ക് അതെൻ്റെ സ്ക്രീൻ സ്പേസിൽ അങ്ങനെയാണ് എൻ്റെ ക്യാരക്ടേഴ്സ് വരുന്നത്. പക്ഷെ റിയൽ ലൈഫിൽ ഐ എം എ കൂൾ ഗേൾ, ലൈക്ക് ഐ വെയർ ടീ-ഷർട്ട്, ജീൻസ് ആൻഡ് ഓൾ, ലൈക്ക് ഐ എം എ നോർമൽ ഹ്യൂമൻ ബീങ്. ചിലർക്ക് താല്പര്യം ഉണ്ടാവില്ല, ആൻഡ് പ്ലസ് റിയാലിറ്റി ഷോ ലൈക്ക് ദിസ്, യു നോ ഹൗ. ഇപ്പം അറിയാമോ, ഒരു ഷോ വന്നു കഴിഞ്ഞാൽ എത്ര നെഗറ്റീവ് സാധനങ്ങൾ വരും അല്ലേ? എത്ര പോസിറ്റീവ് വരുന്നേക്കാൾ കൂടുതൽ ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും. പുറത്ത് വന്നൊക്കെ പോസിറ്റീവായിട്ട് മാറും. സോ ഇൻ ദ വെൻ, ബിക്കോസ് നമ്മളെങ്ങനെ എടുക്കുന്നു എന്നനുസരിച്ചിട്ടിരിക്കും. പക്ഷേ ലോട്ട് ഓഫ് പീപ്പിൾ ദെൻ ആ ഒരു ഹെസിറ്റേഷൻ ഉണ്ടാവും. മലയാളം ഷോ ആണല്ലോ. അപ്പോൾ ഈ തവണത്തെ ഇന്നലെ വന്ന കണ്ടസ്റ്റൻസിൽ മലയാളികളല്ലാത്ത നോൺ മലയാളീസ് ഫേസസ് ഉണ്ട്. ഐ സോ ദിസ് ബോയ് ഫ്രം പഞ്ചാബ് എന്ന് തോന്നുന്നു. പഞ്ചാബാണ്, പക്ഷെ നെഗറ്റീവ് ആലപ്പുഴയാണ് ശരിക്കുമുള്ള സ്ഥലം. പക്ഷെ ആളുടെ ലുക്കിൽ പോലും ആളൊരു മലയാളിയാണെന്ന് ഒരു കാരണവശാലും പറയില്ല. ഒരു മലയാളം ഷോയിലേക്ക് നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഷോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട് മലയാളത്തിൽ സംസാരിക്കൂ എന്ന്. അങ്ങനെയുള്ള ഷോയിലേക്ക് ഒരു മലയാളി അല്ലാത്ത, മലയാളം എഴുതാനും വായിക്കാനും അറിയാത്ത ഒരാളെ കൊണ്ടുവരുമ്പോൾ പറയാനറിയോ ആൾക്ക് കുറച്ച് മലയാളം അറിയുള്ളൂ. അപ്പം അത് എന്തുകൊണ്ടായിരിക്കും നോൺ മലയാളീനെ കൊണ്ടുവരാൻ കാരണം? നോൺ മലയാളീസും പാർട്ട് ഓഫ് കേരള തന്നെയല്ലേ അല്ലേ? ഇപ്പോൾ നമ്മൾ ബോംബെയിൽ പോയി കഴിയുമ്പോൾ ദർ ഇസ് ലോട്ട് ഓഫ് കിഡ്സ്, അവരുടെ മലയാളം നന്നാവണമെന്നില്ല, പക്ഷെ അവർ വർക്ക് നല്ലതാണ്, അവർ മലയാളികളാണ്. അവർ ഇപ്പോഴും ബോംബെയിലൊക്കെ മലയാളി സമാജവും കാര്യങ്ങളൊക്കെ ഉള്ളിടത്ത് പോകുന്നവരാണ്, ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നവരാണ്. പക്ഷെ മലയാളം അറിയില്ലായിരിക്കും, ചിലപ്പോൾ മലയാളം നാട്ടിൽ നിന്നിട്ടുണ്ടാവില്ലായിരിക്കാം. പക്ഷെ അവർ അപ്പോൾ എനിക്കവരെ മലയാളി, ഐ അണ്ടർസ്റ്റാൻഡ് ദിസ് മലയാളം സ്പീക്കിംഗ് ആൻഡ് ഓൾ ദോസ് തിങ്സ്, അവർ ഇംപ്രൂവ് ചെയ്യാൻ നല്ല. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.